Assalamualaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ആയിട്ട് നമ്മളിന്ന് ഫുജേറയ്ക്ക് പോവാണ്. ഫുജേറയിലാണ് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആൻഡ് ഫാമിലി ഉള്ളത്. സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ്. സോ ഇന്നത്തെ വ്ളോഗ് അവിടെയാണ്. സോ കീപ് വാച്ചിങ്. അതിനു മുമ്പ് നിങ്ങളെല്ലാവരോടും എനിക്കൊരു ബിഗ് താങ്ക്സ് പറയാനുണ്ട്. ഞാൻ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഷെയർ ചെയ്തിട്ട് കുറച്ച് പേരെങ്കിലും കാര്യങ്ങൾ അറിയായിരിക്കും. നമ്മളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് നിങ്ങളെല്ലാവർക്കുമാണ്. കാരണം എനിക്ക് അടുപ്പിച്ചൊന്നും വീഡിയോസ് ചെയ്യാൻ പറ്റാറില്ല. ആഴ്ചയിലൊരു വീഡിയോ അതാണ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പോലും നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും കമൻറ്റ്സും എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ കട്ട സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം. പിന്നെ ഇന്നത്തെ വ്ളോഗ് ഫുള്ളായിട്ട് കാണാം, ഒട്ടും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇതിലൊരു അടിപൊളി സ്ഥലം കൂടിയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്ളോഗേഴ്സും കാണിക്കാത്തൊരു പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ എൻ്റെ സിസ്റ്ററിൻ ആൻഡ് ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്കൊരു മോനാണുള്ളത്. അപ്പോൾ ഇക്കാക്കയുടെ അടുത്തേക്കാണ് പോണേന്ന് പറഞ്ഞപ്പോൾ ഇവിടെ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ അവരുടെ ഫ്ലാറ്റിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കുള്ളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് കക്ഷികൾ, എൻ്റെ നാത്തൂനും അളിയനും. അപ്പോൾ നാത്തൂൻ്റെ പേര് ഹാഷിത, ഞാൻ അഷീന്നാണ് വിളിക്കാറ്. അളിയൻ്റെ പേര് ഷബീബ്. കുറച്ച് നേരം നല്ല കത്തിവെക്കലായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്ന കാരണം അതിനൊട്ട് കുറവും വരുത്തിയിട്ടില്ല. കുറച്ച് നേരത്തെ കത്തിവെക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല വിശപ്പായി. അങ്ങനെ ഫുഡിങ്ങിലേക്ക് കടന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബിരിയാണി കുറഞ്ഞതൊന്നുമില്ല. ബിരിയാണിക്ക് കൂടുതലൊന്നും വേണ്ടെങ്കിലും സൈഡായിട്ട് അച്ചാറുണ്ട്, പപ്പടുണ്ട്, ചമ്മന്തി ഉണ്ട്, അങ്ങനെ എല്ലാതും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു, മീൻ പൊള്ളിച്ചത്. അത് ഇവരുടെ നെയ്ബർ നാസിർക്ക എന്ന് പറഞ്ഞിട്ട് ഒരിക്കുണ്ട്. അപ്പോൾ ആളുടെ വകയായിരുന്നു ഈ മീൻ പൊള്ളിച്ചത്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നാത്തൂൻ്റെ വക നല്ല സ്പെഷ്യൽ പുഡിങ്, നല്ല അടിപൊളി പുഡിങ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന ഹാലിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ആകെ ബോറടി ആയി. അപ്പോൾ അവരായിട്ട് കോർണിഷ് വരെയും പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് 2 ആഴ്ച മുന്നെയാണ്. അപ്പോൾ ആ ടൈമിൽ ഫുജിയറയിൽ അങ്ങനെ എല്ലാ പ്ലേസസൊന്നും ഓപ്പൺ ആയിട്ടില്ല. പ്രത്യേകിച്ച് പാർക്സൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു കോർണിഷിലേക്കാണ് പോയത്. പിന്നെ ഈ ടൈമിൽ ക്ലൈമറ്റൊക്കെ മാറി ചൂടൊക്കെ കുറഞ്ഞ കാരണം കുട്ടികൾക്ക് കളിക്കാനായാലും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ റഷൊന്നും അങ്ങനെ ഉണ്ടാവാത്ത കാരണം കുറച്ചധികം നേരം നിന്ന് ചെറുതായിട്ട് ചായയൊക്കെ ഒന്ന് കുടിച്ചതിന് ശേഷം പതുക്കെ അവിടെ നിന്ന് നീങ്ങി. അവിടെ നിന്ന് പിന്നെ നേരെ പോയത് അളിയൻ്റെ ഷോപ്പിലേക്കാണ്. അപ്പോൾ ഇതാണ് അളിയൻ്റെ ഷോപ്പ്, ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി ഐറ്റംസിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അളിയൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ പപ്പ കുനാഫയുടെ ഷോപ്പും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചീസി കുനാഫ ഓർഡർ ചെയ്തതിന് ശേഷം അതും കൂടി ചെറുതായിട്ട് തട്ടിയതിന് ശേഷമാണ് വീട്ടിലേക്ക് പോയത്. അങ്ങനെ പിറ്റേ ദിവസം ഇതുപോലെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും ഇറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നാസർക്ക് പറയുന്നത് ഇതുപോലെ ഒരു സ്ഥലമുണ്ട്, കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. കാരണം ഫുജിയറയിൽ നിന്നിട്ട് ഒരു 45 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ആ പ്ലേസിലേക്ക്. അപ്പോൾ പിന്നെ കുറച്ചും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുട്ടായി പോകും. അപ്പോൾ അത് കാരണം ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടു. പോകുന്ന വഴിക്ക് ഒരുപാടുണ്ട് കാണാൻ. പക്ഷേ അവിടെ എത്തുമ്പോൾ ലേറ്റ് ആവുന്ന കാരണം ഞാൻ ഇറങ്ങിയൊന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ കാറിൽ പോകുന്ന വഴിക്ക് എടുത്തു വെച്ചതാണ് ഇതൊക്കെ. അപ്പോൾ മെയിനായിട്ട് നമ്മളുടെ പാത്രങ്ങൾ, അതേപോലെ തന്നെ കാർപ്പറ്റ്, പിന്നെ ചട്ടി കലങ്ങൾ, അതുപോലത്തെ ഷോപ്സ്, പിന്നെ ഫർണിച്ചർ, ഇതൊക്കെയാണ് 2 സൈഡിലായിട്ട് കൂടുതലായിട്ട് കാണാൻ പറ്റിയ ഷോപ്സുകൾ.
പിന്നെ ഈ കാണുന്നത് മസാഫി വാട്ടർ കമ്പനിയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇടുന്നത്. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തി. റോഡിൻ്റെ അവിടെ ഇതിനെക്കുറിച്ച് ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇവിടെ വരാൻ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, ആർക്കും വരാം. നമ്മളൊരിക്കലും വിചാരിക്കുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു നല്ലൊരു സ്ഥലം ഉണ്ട് എന്നുള്ളത്. ശരിക്കും എല്ലാവരും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഫുള്ള് കച്ചാ റോഡാണ്. കുറച്ചധികം നമ്മൾക്ക് ഉള്ളിലേക്ക് പോകാനുണ്ട്. പക്ഷെ രണ്ട് സൈഡിലും കുറേ കാണാനുണ്ട് കേട്ടോ. ഞാൻ എന്തിനാണ് ഇത്ര ബിൽഡപ്പ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കാരണം ലോകത്തിലെ തന്നെ എല്ലാ മുൾച്ചെടികളുടെ കളക്ഷൻ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് തന്നെ കാണാൻ. അവിടെ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേറ്റ് കുതിരകളെ വളർത്തുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ. പിന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് പണ്ടത്തെ ഓരോ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ സ്ഥലം. ഇതിങ്ങനെ 3 ഡിവിഷനായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് ചെടികളുടെ ഒക്കെ ഏരിയയാണ്. ഈ കാണുന്നത് ഫുള്ള് അലോവേരാണ്. പിന്നെ കാക്ടസ് പ്ലാന്റ്സും. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട പലതരം വെറൈറ്റീസാണ് ഇവർ കൂടുതലിവിടെ വളർത്തുന്നത്. അല്ലാതെ ഉണ്ട് ചെടികളൊക്കെ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ടുള്ളത് ഈ കാക്ടസും അതേപോലെ തന്നെ അതിൻ്റെ തന്നെ പല ടൈപ്സുമാണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാക്ടസ് പ്ലാന്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് പോലെ എനിക്ക് തോന്നിയത്. അത് തന്നെയാണോന്ന് അറിയില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ചിട്ട്. ഒരു പക്ഷേ ചെടികൾ വളർത്തുന്നവർക്കും അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കും മനസ്സിലാവും ഇതൊക്കെ ഏതാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രസമാട്ടോ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇവരിത് അറേഞ്ച് ചെയ്തേക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. ഇതുപോലെ 3 ടെൻറ്റ് പോലെ കെട്ടിയിട്ടുള്ള ഏരിയാസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഒരറ്റത്തായിട്ട് ചെറിയ നല്ലൊരു ഫിഷ് പോണ്ടും കൂടി ഉണ്ട് കേട്ടോ. അടിപൊളിയല്ലേ കാണാൻ. അതുപോലെ തന്നെ വേറെ ഇതുപോലത്തെ ടെൻറ്റിൽ പോകുമ്പോൾ കാണുന്ന ചെടികളാണ് കേട്ടോ ഇതൊക്കെ. കാക്ടസിൻ്റെ തന്നെ ഇതേപോലെ മുള്ളുള്ള ടൈപ്പ് ചെടികളെല്ലാം അതും. ഇവിടെ കുറച്ച് വലിയ വലിയ ഹൈറ്റിൽ നിൽക്കുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണുള്ളത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ അടുത്ത് താമസിക്കുന്നവർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു തരും. അബ്ദുൽ കരീം. ഇവിടെ എത്ര വർഷമായി? 32 വർഷം ഇവിടെ തന്നെ.
അസ്മാണ് ഇതല്ലേ? ഇതിപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരിക? അങ്ങനെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഫുജറേൻ്റെ അടുത്താണ് ഇത്. അത് പുജർ ഈ റോഡിന് അപ്പുറം പോയിട്ടാണ് വരുന്നത്. അപ്പം അതിലെ ഒരു റോഡ് അത് ശരി. വാദിസാർക്ക് പോകണം. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഇപ്പോൾ എവിടെയായിട്ട് വരിക? ഇത് റാസൽ ക്യാമ്പ്. ഇത് റാസലാണ്, ഫുജറ ബോർഡർ ആയിട്ട് വരും. കുറച്ചപ്പുറമാണ്. അത് ശരി. പുജറിൻ്റെ ഇതിപ്പോൾ ഈ സംഭവം മൊത്തം ഇപ്പോൾ ഒരു അറബിയാണ് നടത്തുന്നത്. അറബിയാണ്. അവർ ഇവിടെ ഇപ്പോൾ ആൾക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല കാണാനായിട്ട്. ഇല്ല, ആദ്യം മറ്റേ ജയ്സിലാണ് മറ്റേ മെയിൻ ഇതിൻ്റെ ഓഫീസറായിരുന്നു. അതെ, കമാൻഡർ ഇതുള്ളത്. അങ്ങനെ സ്വയം പണി വേണ്ടെന്ന് വെച്ച് വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ മറ്റേ വെറുതെ നടക്കാറ് കണ്ടതാണ്. പൈസ ഉണ്ട് കയ്യിൽ. അപ്പോൾ ഇതിപ്പോൾ വേൾഡിൽ മൊത്തം ഇത് പോയി മറ്റേ ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വിത്തായിട്ടാണ് കൊണ്ടുവരുള്ളൂ. വിത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതാക്കി ആർക്കും വിൽപ്പനല്ല. ഇപ്പം ഞാൻ വിൽപ്പനല്ല, ഇത് ഫുള്ള് ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കാണാൻ സ്റ്റുഡൻസുകാർ ആരെങ്കിലൊക്കെ വരും. പല ഇംഗ്ലീഷുകാരും മറ്റുള്ള ഇതൊക്കെ ഇങ്ങനെ വരില്ല, ഇംഗ്ലീഷുകാരൊക്കെ വരില്ല. ഇതിലിങ്ങനെ ഇതിൽ പോണ ടൂർ വരുന്ന മറ്റേ സൈക്ലിംഗ് സൈക്ലിംഗ് ഉണ്ട്. അല്ലാതെ മറ്റേ പഠിക്കണ കുട്ടികളും വരുന്നുണ്ട് ഇവിടെ. ഇതിലെ ബസ്സിന് വന്ന് വിട്ടിട്ട് അവർ ഇതിലേക്ക് വരുന്നു. അത് ശരി. ഇതിലങ്ങനെ പോണ നേരത്തെ ഇതിപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും ഇവിടെ സ്റ്റാർട്ട് ചെയ്ത്? ഒരു 7 വർഷത്തോളമായിട്ടുണ്ടാവുള്ളൂ. 7 വർഷമായിട്ട്. ശരി. മെയിനായിട്ട് ഇതാണ് ആളെന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എത്ര ജോലിക്കാരുണ്ടാവും ഇവിടെ? ഇവിടെ ഇതിൻ്റെ വർക്കിന് ഒരു 6-7 ആളുണ്ട്. 7 ആൾക്കാർ. ഇതിന് ഇത് മാത്രം ഇത് മാത്രം. അത് ശരി. ഒക്കെ ഇവിടെ വർക്കിൻ്റെ ആൾക്കാർ വേറെ കൃഷിക്കാരനായിട്ടാണ് അതിൻ്റെ സാലറി ഒക്കെ അവൻ തന്നെ കൊടുക്കും. അത് ശരി. അപ്പോൾ ഇത് അവർ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കാണാൻ വേണ്ടി മാത്രം. ആർക്കും കാണാതെ ഈ ചെടികളുടെ ഭാഗം കാണാനായിട്ട് തന്നെ ഒരു ഏരിയ തന്നെയുണ്ട്. ഇതൊരു സൈഡാണ്. ഇനി വരുന്നത് ഇവരുടെ കൃഷിസ്ഥലമാണ് കേട്ടോ. പറഞ്ഞ പോലെ ഇതാണ് നാസർക്ക നമ്മൾക്ക് ഈ സ്ഥലമൊക്കെ പറഞ്ഞു തന്ന ആൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് പിന്നെ വരുന്നത് ഇവരുടെ കൃഷിസ്ഥലമാണ്. കയറുന്ന ഭാഗത്ത് തന്നെ കാണുന്നത് മല്ലിച്ചപ്പ്, പുതിന, വഴുതനങ്ങ, അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു പച്ചക്കറി ഇല്ലേ, അതായത് മൂളി എന്നാണ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ പറയുക. എല്ലാവരുടെ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. റാഡിഷാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ചിറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാടുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീന്തി കുതിച്ചു പോയി. കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും ഓയ് തന്തിനത്താനേ താനാനേ, തന്തിനത്താനും നാനും നാനാനേ, ഓയ് തന്തിനത്താനേ താനാനേ, തന്തിനത്താനും നാനും നാനാനേ. പിന്നെ വരുന്ന ഭാഗമാണിത്. ഇവിടെ ആട്, കോഴിയൊക്കെ ഉണ്ട്. കണ്ടു വാഗപ്പൂവിൻ കുട, കണ്ടു മണിയിലങ്ങിത്തറകളും,
ഇവിടുത്തെ പണിക്കാരൊക്കെ നിൽക്കുന്ന വീടുകളാണ് ഈ കാണുന്നതൊക്കെ. ഭായാടി പക്ഷിക്കൂട്ടം വന്നുപോയി കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കുതിച്ചു. ഇവിടെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നതേ അറിയില്ല. കാരണം ഓരോന്നും അത്രയും കാണാനുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇവിടെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫ്രഷ് ഫീലിംഗ് ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ ഫാമിലിയായിട്ട് വന്ന് കാണാം. ശരിക്കും ഇവിടെ ആരും ഇതുവരെ അങ്ങനെ വന്നിട്ടുമില്ല, കണ്ടിട്ടില്ലാത്തൊരു ഏരിയ ആണ്. അങ്ങനെ വല്ലാതെ ഇരുട്ടാവുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. A few hours later. അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. അതിൻ്റെ ഇടയിൽ അളിയനെ എടുക്കോ മുങ്ങി. കുറച്ച് കഴിയുമ്പോഴാണ് ഒരു കോള് വരുന്നത്, ഞങ്ങളോട് എല്ലാവരോടും ബീച്ചിൻ്റെ സൈഡിലേക്ക് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ശരിക്കും സർപ്രൈസായി. കാരണം അളിയന് ലൈറ്റൊക്കെ വെച്ച് ചെറിയൊരു BBQ സെറ്റപ്പൊക്കെ റെഡിയാക്കി നല്ല കളറാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സർപ്രൈസായി പോയി അത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ 2 ദിവസത്തെ വീക്കെൻഡ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണ്ടല്ലോ. ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.